السلام عليكم. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. നമ്മൾ ഇന്ന് പുതിയ പാഠമായിട്ടെടുത്തിട്ടുള്ളത് സൂറത്തുൽ ഹശ്റിലെ 3, 4, 5 ആയത്തുകളാണ്. അതിലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. ഈ വചനങ്ങളിൽ വലൗല എന്ന ദീർഘം മുൻഫസിലായ ജായിസായ ദീർഘമാണ്. 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടുകയോ നീട്ടാതിരിക്കുകയോ ചെയ്യാം. അങ്കതവ സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അൽ ജലാ ഇത് മുത്തസിലായ നിർബന്ധമായ ദീർഘമാണ്. 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ നിർബന്ധം. ലഅദ്ദബഹും ഫിദ്ദുനിയ അതുപോലെ വലഹും ഫിൽ ആഖിറ ഈ 2 സാക്കിനായ മീമും ഇൽഹാർ ഷഫവി നൽകണം, മണിക്കാതെ വെളിവാക്കണം. ദുനിയ എന്നതിലെ സാക്കിനായ നൂൻ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. അദാബുന്നാർ അവിടെ മണിക്കണം, ഷദ്ദ് നൽകപ്പെട്ട നൂൻ. അത് അടുത്ത വചനത്തിലും ബി അന്നഹും ഫഇന്നല്ലാഹ ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പിന്നെ ഷാഖുല്ലാഹ അതുപോലെ വമൻ യുഷാഖില്ലാഹ ഈ 2 ദീർഘങ്ങളും മദ് ലാസിമാണ്. 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. വമൻ യുഷാഖി അവിടെ വമൻ എന്ന സാക്കിന നൂനിനെ ഇദ്ഗാം ചെയ്യണം, ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. വഖഫ് ചെയ്യുമ്പോൾ ഷദീദുൽ ഇഖാബ് ബ് വ്യക്തമാക്കി ഖൽഖല ചെയ്ത് ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് നിർത്തണം. അടുത്ത വചനത്തിൽ മാ ഖതഅതും മിൻ ലീന അവിടെയും മണിക്കുക, മീമിൽ ലയിപ്പിക്കുക പൂർണ്ണമായും. മിൻ എന്ന സാക്കിനാനൂൻ മില്ലീന എന്ന് ഇദ്ഗാം ബിഗൈരി ഗുന്ന മണിക്കാതെ ലയിപ്പിക്കുക. ഖായിമ അവിടെ മദ് മുത്തസിൽ വാജിബ് നീട്ടൽ നിർബന്ധമാണ്. 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ. അലാ ഉസൂലിഹ മദ് മുൻഫസിൽ ജായിസ് അവിടെ നീട്ടൽ അനുവദനീയമാണ്. ഒന്നുകൂടി ഓതാം. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار ذلك بأنهم شاقوا الله ورسوله ومن يشاق
الله فإن الله شديد العقاب. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين.